ഏതാനും ദിവസം മുമ്പാണ് ഒരു ഡസനിലധികം റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് കടന്നു കയറിയത്. എന്നാൽ അതിന് കാരണം തിങ്കളാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരായി നടന്ന ഒരു വധശ്രമം ആയിരുന്നെന്നും പറയുന്നു. തിങ്കളാഴ്ച രാത്രിയിൽ കരിങ്കടൽ തീരത്തെ സോച്ചി നഗരത്തിൽ ഉക്രൈൻ ഡ്രോണുകൾ കനത്ത ആക്രമണം നടത്തുമ്പോൾ വ്ളാഡിമിർ പുടിനും അവിടെ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഉക്രൈൻ ആക്രമണമെന്നും ആരോപണമുണ്ട്. അതിന് തിരിച്ചടിയായി റഷ്യ പടിഞ്ഞാറൻ ഉക്രൈനിൽ കനത്ത വ്യോമാക്രമണം നടത്തുമ്പോഴാണ് പെട്ടെന്ന് ചില ഡ്രോണുകൾ പോളിഷ് അതിർത്തിക്കുള്ളിലേക്ക് വഴിതെറ്റി എത്തിയത്. അതോടെ ഭയന്നുപോയ പോളണ്ട് നാറ്റോ അംഗരാജ്യങ്ങളുടെ സഹായം തേടി പോർവിമാനങ്ങൾ ഉപയോഗിച്ച് ആ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തി. പോളിഷ് ഡച്ച് പോർവിമാനങ്ങൾക്ക് ജർമ്മൻ ഇറ്റാലിയൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. തകർന്ന റഷ്യൻ ഡ്രോണുകൾ ചില വസതികൾക്ക് മുകളിലും മറ്റും പതിച്ച് ചില്ലറ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആളപായം ഒന്നുമില്ല. പോളിഷ് വ്യോമാതിർത്തി ലംഘിച്ച ഈ ഡ്രോണുകൾ റഷ്യയിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ഒന്നും ഹാജരാക്കാൻ പോളണ്ടിന് കഴിഞ്ഞിട്ടില്ലെന്നും ആരോപണം വ്യാജമാണെന്നും റഷ്യ പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യയെ അപലപിക്കുന്ന പ്രസ്താവനകളല്ല, നടപടികളാണ് വേണ്ടത് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത്. ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറിച്ചത് ഇങ്ങനെയാണ്: പോളണ്ടിന്റെ വ്യോമാതിർത്തി റഷ്യ ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇതാ തുടങ്ങുകയായി. എന്നാൽ ട്രംപിന്റെ ഈ വാക്കുകൾ വെറുതെയാണെന്നും അമേരിക്കയിൽ തന്നെ ആരോപണമുണ്ട്. റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതേസമയം ഉക്രൈനുള്ള സഹായം വലിയ തോതിൽ വെട്ടിക്കുറക്കുന്ന കാര്യം അമേരിക്ക ആലോചിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റഷ്യക്കെതിരെ കൊമ്പുകോർക്കാൻ ഇറങ്ങിയാൽ യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട്. മുമ്പും റഷ്യയുടെ ഡ്രോണുകളും മിസൈലുകളും റുമാനിയയുടെയും ലാത്വിയൻ രാജ്യങ്ങളുടെയും വ്യോമാതിർത്തികൾ ഭേദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ അതിർത്തി ലംഘനം ഇതാദ്യമാണ്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി പോളണ്ട് സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉറഞ്ഞു തുള്ളുകയാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രാജ്യം തുറന്ന യുദ്ധത്തിന് ഏറ്റവും അടുത്തെത്തിയത് ഇപ്പോഴാണെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കും പറഞ്ഞു. നാറ്റോയിലെ UK, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, പോളണ്ട് പ്രതിരോധ മന്ത്രിമാർ ലണ്ടനിൽ വാർത്താ സമ്മേളനം നടത്തി സംഭവത്തെ ശക്തമായി അപലപിച്ചു. പോളണ്ടിലെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ പരിശോധിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി UK പ്രതിരോധ മന്ത്രി ജോൺ ഹീലിയും പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ സ്വഭാവം മെല്ലെ മാറി വന്നിരുന്നു. പോരാട്ടം ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും തമ്മിലാണ് പ്രധാനമായും നടക്കുന്നത്. ഉക്രൈൻ ഇപ്പോൾ ഡ്രോണാക്രമണം നടത്തിയത് ഒന്നുകിൽ പുടിന് എതിരെയുള്ള വധശ്രമം ആകാം, അല്ലെങ്കിൽ റഷ്യയിൽ ഒരിടവും ശരിക്കും സുരക്ഷിതമല്ലെന്ന് പുടിനെ ഒന്ന് ഭയപ്പെടുത്താനുള്ള മനഃശാസ്ത്രപരമായ ആക്രമണം ആയിക്കൂടുന്നുമില്ല. എന്തായാലും യുദ്ധങ്ങൾ ഒരു കുട്ടിക്കളി പോലെ കാണുന്ന പുടിൻ ഈ അപമാനത്തിന് ഉക്രൈന് ഒരിക്കലും മറക്കാത്ത മറുപടി കൊടുക്കുമെന്ന് ഉറപ്പാണ്. കനത്ത റഷ്യൻ ആക്രമണങ്ങളിൽ ആടി നിൽക്കുകയാണ് ഉക്രൈൻ. കാൽച്ചുവട്ടിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥയാണ് ഉക്രൈൻ്റേത്. എന്നിട്ടും അവരിപ്പോഴും റഷ്യയെ വെല്ലുവിളിക്കുകയാണ്. എതിരാളികളെ നിർദ്ദയമായി അടിച്ചൊതുക്കുന്ന പുടിൻ സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടനയായ KGBയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 2.5 ദശകത്തിലധികമായി റഷ്യയിൽ അധികാരത്തിലിരിക്കുന്ന അദ്ദേഹം നിരവധി വധശ്രമങ്ങളെ അതിജീവിച്ചിട്ടുമുണ്ട്. നാടൻ ബോംബ് മുതൽ വിദേശ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് കരുതുന്ന ആധുനിക ഗൂഢാലോചനകൾ വരെ പാഴായി പോയിട്ടുമുണ്ട്. 6 മുതൽ 43 തവണ വരെയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വധശ്രമങ്ങളുടെ എണ്ണം. 1999 അധികാരത്തിലെത്തിയ പുടിനെതിരായ ആദ്യത്തെ വധശ്രമം 2000-ലായിരുന്നു. പിന്നീട് 2002-ലും 2003-ലും ഒക്കെ ആക്രമണം നടന്നിരുന്നു. എന്നാൽ 2022-ലെ ഉക്രൈൻ അധിനിവേശത്തോടെ പുടിനെതിരായ വധശ്രമ ഭീഷണികൾ പെരുകി വന്നു. ഡ്രോൺ ആക്രമണം ആയിരുന്നു അതിൽ കൂടുതലും. ഓരോ വധശ്രമത്തെയും പുടിൻ അതിജീവിക്കുന്നത് മികച്ച സുരക്ഷാ സംവിധാനത്തിലൂടെയാണ്. അദ്ദേഹം കഴിക്കും മുമ്പ് ഭക്ഷണം രുചിക്കുന്നവർ, കിടയറ്റ ഇന്റലിജൻസ്, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ, ഇതൊക്കെ കൂടാതെ അലാസ്കയിലെത്തിയ പുടിന്റെ വിസർജ്യം പ്രത്യേക പാക്കറ്റിൽ ശേഖരിച്ച് സൂട്ട് കേസിൽ തിരിച്ചു കൊണ്ടുപോകുമെന്നും വാർത്തകളുണ്ടായിരുന്നു. പുടിന്റെ ആരോഗ്യ വിവരങ്ങൾ എതിരാളികൾ മനസ്സിലാക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഈ മുൻകരുതലെല്ലാം. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടെ റഷ്യയുമായി അമേരിക്ക ഉണ്ടാക്കിയ കരാറിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകില്ലെന്ന ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ കരാർ ലംഘിച്ച് പിളർന്നുപോയ നിരവധി രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകിയ പശ്ചാത്തലത്തിലാണ് റഷ്യയും അവരുടെ നടപടി കടുപ്പിച്ചത്. ഇപ്പോൾ പോളണ്ടിന്റെ അതിർത്തി കടന്ന് റഷ്യൻ ഡ്രോണുകൾ കൂട്ടത്തോടെ പറന്നത് പോളണ്ടിനെ ആക്രമിക്കാനും മടിക്കില്ലെന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ജർമ്മനിക്കും ബ്രിട്ടനും എതിരായും റഷ്യ മിസൈൽ പോർമുന തിരിച്ചുവച്ച സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ റഷ്യയും ബെലാറസും സംയുക്തമായി ആരംഭിച്ച വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങളും കിഴക്കൻ യൂറോപ്പിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ സംഭവവികാസങ്ങൾ യൂറോപ്പിൽ ഒരു പുതിയ യുദ്ധത്തിന്റെ സാധ്യത ഉയർത്തുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഖത്തറിന് നേരെ നടന്ന ഇസ്രായേൽ ആക്രമണത്തോടെ അറബ് രാജ്യങ്ങളിൽ നിന്നും യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യം എന്നൊരു പേരാണ് ഈ ആക്രമണത്തോടെ അറബ് ലോകം അമേരിക്കയുടെ മേൽ ചാർത്തി കൊടുത്തത്. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ നിലനിൽപ്പും ഇപ്പോൾ അപകടത്തിലാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു സുരക്ഷയും അറബ് രാജ്യങ്ങൾക്ക് ലഭിക്കില്ലെന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെ ഖത്തറിന് മാത്രമല്ല മൊത്തം ലോകരാജ്യങ്ങൾക്ക് കൂടിയാണ് ബോധ്യമായിരിക്കുന്നത്.